നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2.1 ആംപ്ലിഫയറിനെ പരിചയപ്പെടുത്തുകയാണ്. 100+100 വാട്ട്സ് സൈഡ് ചാനൽ ഔട്ട്പുട്ടും 250 വാട്ട്സ് സബ് ഔട്ട് നൽകുന്ന ഒരു കിഡിൽ ആംപ്ലിഫയർ ആണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല പഞ്ചി ബാസാണ്. അതുമാതിരി തന്നെ ഒരു അല്പം പോലും നോയ്സ് വരുന്നില്ല എന്നുള്ളത്. നമ്മൾ ഫുൾ വോളിയം വെച്ചാൽ പോലും അല്പം പോലും നോയ്സ് വരില്ല എന്നുള്ളൊരു പ്രത്യേകത. ഞാൻ പാട്ട് കേട്ട് നോക്കിയായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആംപ്ലിഫയർ അസംബ്ലി ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് D2 ബാസ് മേക്കുന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഇതാണ് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. നമുക്കിത് വിശദമായിട്ട് നോക്കാം. ഇവിടെയായിട്ടാണ് നമ്മുടെ പവർ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ആംപ്ലിഫയറിൻ്റെ. ഇവിടെയാണ് സബിൻ്റെ മെയിൻ കൺട്രോൾ വരുന്നത്. ഇത് ഓൺ ഓഫ് സ്വിച്ച്. ഇവിടെ ഒരു ഡിജിറ്റൽ സ്പെക്ട്രം കൊടുത്തിട്ടുണ്ട്, LED സ്പെക്ട്രം. ഇവിടെയായിട്ട് വോളിയം കൺട്രോൾ, അതായത് നമ്മുടെ സ്പീക്കറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് റേഞ്ച് കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ വരുന്നുണ്ട്. ഇത് ബാസ് കൺട്രോൾ ചെയ്യാനായിട്ടാണ്. ഇവിടെ മിഡ്, അതായത് വോക്കൽ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇത് ട്രബിൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇത് ഗെയിൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് സബിൻ്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനുള്ളതാണ്, EO കൺട്രോൾ. ഇവിടെ നമുക്കൊരു പെൻഡ്രൈവ് സ്ലോട്ട് ഉണ്ട്. ഇവിടെ നമ്മുടെ USB ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മെയിൻ വോളിയം കൺട്രോൾ വരുന്നത്. മാസ്റ്റർ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്, റൈറ്റ് സൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ആംപ്ലിഫയറിന്റെ ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ നോക്കാം. ഇതൊരു 5.1 ക്യാബിനിലാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഹോൾഡ് കൺട്രോൾ ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്കി കണക്ടേഴ്സ് കൊടുത്തിരിക്കുന്നതാണ്. ആക്ച്വലി 2.1 ആംപ്ലിഫയർ ആണ്. പിന്നെ ഇവിടെ വന്നിട്ടൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കൺട്രോൾസ് 5.1 കൺട്രോൾസ് ഇത് സ്പീക്കർ ഔട്ട്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് 2.1 കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ബാക്ക് സൈഡ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഉൾവശം നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇവിടെയായിട്ട് ടോട്ടലായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് വിശദമായിട്ട് നമ്മുടെ ഇതിൻ്റെ D2 ബാസ് മാക്സിൻ്റെ ടെക്നീഷ്യൻ ദീപ് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ഓവറോൾ നോക്കുമ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളിൽ വരുന്നത്. അപ്പം നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ദീപ് ഒന്ന് പറഞ്ഞു പോയി ആംപ്ലിഫയറിനെ കുറിച്ച് എന്തൊക്കെയാണ്. നമ്മുടെ ട്രാൻസ്ഫോമറിൽ തുടങ്ങാം. ട്രാൻസ്ഫോമർ എത്ര വാട്ട്സ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിരിക്കുന്നത്? ട്രാൻസ്ഫോമർ 27/27, പിന്നെ 12/12, 18/18, പിന്നെ 6 ആംപിയർ ട്രാൻസ്ഫോമർ. ഇത് ചെന്നിട്ട് അതൊരു 500 മില്ലി ആംപിയറിന്റെ ട്രാൻസ്ഫോമർ. അത് ഫാനിനും സ്പീക്കർ പ്രൊട്ടക്ഷനും കൂടി വെച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ നൽകുന്നത് ഇതാണ് പവർ സപ്ലൈ ബോർഡ് അല്ലേ? പവർ സപ്ലൈ ബോർഡിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകത ഒന്നുമില്ല. എല്ലാ അമ്പലം ചെയ്യുമ്പോൾ തന്നെ 10,000-ന്റെ 50 വോൾട്ട് കപ്പാസിറ്ററാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ. പിന്നെ മോസ്പെറ്റ് ബോർഡാണ്. ആംപ്ലിഫയർ വന്നിട്ട് മോസ്പെറ്റ് ബോർഡ് അല്ലേ സബിനുള്ളത്. ഓക്കെ. പിന്നെ ലെഫ്റ്റ് റൈറ്റ് വരുന്നത് 5200 1943. അതാണ്. മോസ്പെറ്റ് വന്നിട്ട് 240 9240 ആണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ. അതാണ് ആംപ്ലിഫയർ സെക്ഷൻ വരുന്നത് അല്ലേ? അപ്പൊ ഇത് വന്നിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണല്ലേ? സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. ഓക്കെ. ഇതെല്ലാം സൗണ്ട് റൗണ്ട് ബോർഡാണ്. ഓക്കെ. നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നതാണല്ലേ? ഓഡിയോ ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ ഉൾവശത്ത് നമ്മൾ ആ സ്പീക്കർ 2 ലൈനെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ആ ഹോള് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതായത് നമുക്കിത് 5.1 ക്യാബിനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു ഫാൻ ഉണ്ട്. ഇവിടെയാണ് ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി ബജറ്റ് കുറച്ച് ചെയ്യുന്ന ഒരു ആമ്പാണ്. പിന്നെ മഹാരാജയുടെ സബ് ഫിൽറ്റർ നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ. വണ്ടിയിലെ പാനലിന്റെ കൺട്രോൾ വരുന്ന ഭാഗം ഇതാണ്. ഇവിടെയാണ് ആ കൺട്രോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ബാസ്റ്റബിൾ ബോർഡ് വരുന്നത്. ബാസ്റ്റബിളിന്റെ കൺട്രോൾ എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അത് സൗണ്ട് റോണിന്റെ ബോർഡാണ് വരുന്നത്. ഇതെന്താണ് മഹാരാജയുടെ സബ് ഫിൽറ്റർ. ഇത് മഹാരാജ എന്ന കമ്പനിയുടെ സബ് ഫിൽറ്ററാണ് ഈ സംഭവം. സബ് വൂഫറിന്റെ ഫിൽറ്റർ ചെയ്യാനുള്ള ബോർഡ്. പിന്നെ ഇത് നമ്മുടെ സ്പെക്ട്രം കണക്ട് ചെയ്തിരിക്കുന്നതാണ്, LED സ്പെക്ട്രം. പിന്നെ ഇവിടെ ആയിട്ടൊരു കൺട്രോൾ വരുന്നുണ്ട്. ടോട്ടൽ ഇതാണ് ഇനി ഇൻസൈഡ് വരുന്നത്. പറയാം ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ബാക്കി നമ്മൾ ഔട്ട്പുട്ട് ഏത് ഊപ്പറിലേക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. ഔട്ട്പുട്ട് സബിന് വരുന്നത് 250 വാട്ട്സ് ആണ് RMS വരുന്നത് മാക്സിമം. പിന്നെ ഇത് വന്നിട്ട് 100 5200 ലെഫ്റ്റ് റൈറ്റ് 100 പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഇത് 8 ohms ആണ്. നല്ല ബേസ് ആണ്. നല്ല ബാസ് നല്ല ബാസ് ഉണ്ട്. സോണി എക്സ്പോർട്ട് ആയാലും JBL ആയാലും നല്ല പെർഫോമൻസ് ആണ്. മോശമില്ലാത്ത പെർഫോമൻസ് കിട്ടും.
നമ്മൾ ഈ വീഡിയോ ചെയ്യേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് നമ്മുടെ ഒരു സോണി എക്സ്പ്ലോറിൻ്റെ സബും 12 ഇഞ്ച് ഫുൾ റേഞ്ചുമാണ് ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഒരു അല്പം പോലും നോയ്സ് വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ ഫുൾ വോളിയത്തിൽ ഇരുന്നിട്ട് പോലും ഒരു അല്പം പോലും നോയ്സ് കേൾക്കുന്നില്ല. സ്പീക്കർ പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇതാണ്. പിന്നെ നമ്മൾ ഈ വയറിങ്ങൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് അവകാശപ്പെടുന്നില്ല. കാരണം പുള്ളി ബഡ്ജറ്റിൻ്റെതായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തതിൻ്റെ അതിൻ്റെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളതിൻ്റെ ഓഡിയോ ക്വാളിറ്റി വലിയ ബ്രാൻഡഡ് ആംപ്ലിഫയറിൻ്റെ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. എങ്കിൽ പോലും അസംബിൾഡ് ആംപ്ലിഫയർ ഞാൻ കേട്ടതിൽ വെച്ച് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ AV റിസീവർ, ആംപ്ലിഫയർ, മ്യൂസിക് സിസ്റ്റം, ഇതേമാതിരി അസംബിൾഡ് ആംപ്ലിഫയർ, ടിവികളുടെ അൺബോക്സിംഗ് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേമാതിരി ആംപ്ലിഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ D2 ബാസ് മേക്കേഴ്സ് എന്ന സ്ഥാപനമായി ബന്ധപ്പെടാവുന്നതാണ്. അതേമാതിരി ബ്രാൻഡഡ് ആംപ്ലിഫയർ സർവീസ് ചെയ്യാനുണ്ടെങ്കിലും അവർ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.